ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിട്ട് ഡ്രസ്സ് കണ്ടല്ലോ, നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ഡ്രസ്സാണ് ഞാൻ ഇട്ടത്. പിന്നെ ഞങ്ങൾ താമരശ്ശേരി എത്തിയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ മോളെ കല്യാണത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇന്നു. അപ്പോൾ ഞാൻ ചെയ്ത ഡിസൈനുകൾ മൊത്തം ഒന്ന് കണ്ടുപോയിട്ടുണ്ടോ. അപ്പോൾ ഫസ്റ്റ് ഇതാണ് ഇട്ട് ഡ്രസ്സ്. ഇത് നല്ലൊരു എന്താ പറയുക, ഓർഗൻസിയാണ്. ഏത് ഗ്ലാസ് ഓർഗൻസി അല്ലേ, അതിൽ സ്റ്റോൺ വർക്കും എംബ്രോയ്ഡറി വർക്കും ഒക്കെ ഉള്ള മെഷീൻ വർക്ക് വന്നൊരു മെറ്റീരിയലായിരുന്നു കേട്ടോ. ഇതിൻ്റെ മുത്ത് പറിച്ചിൻ്റെ പൊന്നെ, രണ്ട് നഖവും നല്ല വേദനയായിരുന്നു. ഇങ്ങനത്തെ പാർട്ടി വെയർ ഡ്രസ്സാകുമ്പോൾ നമുക്ക് ഭയങ്കര എഫേർട്ടാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഇത് പറിക്കണ അത്രയ്ക്ക് ഇഷ്ടമല്ല, അത്രയ്ക്ക് ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. അല്ലാതെ പറിക്കുമ്പോൾ ഭയങ്കര കൈൻ്റെ നഖത്തിൻ്റെ ഉള്ളിൽ ഭയങ്കര വേദനയാണ്. അങ്ങനെ ഞാൻ അതിൻ്റെ മുത്തും കല്ലും ഒക്കെ പറിച്ചെടുത്ത്, അതുമല്ല മെറ്റീരിയൽ വളരെ കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ സൈസിൻ്റെ എങ്ങനെയോ കറക്റ്റായി കിട്ടിയെന്ന് പറയാം, അത്രയ്ക്ക് കമ്മിയായിരുന്നു തുണി. അപ്പോൾ ഫൈനലി ഇതാണ് കേട്ടോ ചുരിദാർ ലുക്ക്. പിന്നെ ഞാൻ ഈ ടീമിനെ ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ സനഹൻ്റെ കെയർ ഓഫിൽ വന്ന മിസ്സിൻ്റെ കെയർ ഓഫിൽ വന്ന ഒരു വേറൊരു ടീം അങ്ങനെയാണ് കേട്ടോ. ഒരു ഫാമിലി മെമ്പേഴ്സിൻ്റെ ആണ് ഇതൊക്കെ. എല്ലാവർക്കും ഓരോ വർക്ക് ഇഷ്ടപ്പെടുമ്പോൾ അവർ വേറെ അവരുടെ ഫാമിലിയോട് പറയും. അപ്പോൾ അങ്ങനെ കിട്ടുന്നു. അപ്പോൾ അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട്, ഇത് ഒരു മോൾക്കുള്ളതാണ്. മോൾക്കുള്ളൊരു സ്കേർട്ടും ഒരു പിന്നെ ടോപ്പും, അത് ക്രോപ്പ് ടോപ്പ്, അത് കോളറുള്ള ഒരു ക്രോപ്പ് ടോപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്കേർട്ട് നല്ല ഫ്രില്ലിട്ടിട്ടുള്ള ചെയ്യാനായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഫ്രില്ലൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ ഇതൊക്കെ കസ്റ്റമർ പ്രിഫർ ചെയ്ത വീഡിയോസ്, അത് സെയിം അങ്ങനെ തന്നെ ചെയ്താണ് കേട്ടോ. നെക്കിനൊക്കെ ആ മെറ്റീരിയലിൻ്റെ വർക്ക് മെറ്റീരിയലിൻ്റെ പീസ് എടുത്ത് അതിന് ഫ്ലവർ എടുത്ത് ചെയ്തതാണ് കേട്ടോ. അടുത്തത് ആ മോൾക്ക് തന്നെയാണ് കേട്ടോ. ഒരു ചെറിയൊരു കുഞ്ഞു ടോപ്പും ഒരു സ്കേർട്ട് അമ്പർലയും. ഇതും പാർട്ടി വെയർ മെറ്റീരിയലായിരുന്നു, നല്ല ഹെവി വർക്ക് ഉള്ളതായിരുന്നു കേട്ടോ. ഇവർക്ക് എന്താ പറയുക, ഫിറ്റിങ് എല്ലാം ഓക്കെ ആയിരുന്നു കേട്ടോ. കസ്റ്റമറിന് ഭയങ്കര ഇഷ്ടമായി. ഇതായിരുന്നു കേട്ടോ കസ്റ്റമർ പ്രിഫർ ചെയ്ത ഫോട്ടോസ് വീഡിയോസ് കേട്ടോ. ഇത് വീഡിയോസായിട്ടാണ് തന്നിരുന്നത്. ഫോട്ടോസ് ഉള്ള തുണി വെച്ചിട്ട് ഇതേ ലെവലിൽ നമ്മൾ ചെയ്ത് കൊടുത്തു കേട്ടോ. സോ അവർ ഹാപ്പി ആയിരുന്നു. പിന്നെ ഇതാണ് മിസ്നേൻ്റെ അനിയത്തിക്കാണ് ഇതും അതുപോലെ ഫസ്റ്റ് ടൈമാണ് അവൾക്ക് ചെയ്യുന്നത്. അവൾക്ക് അങ്ങനെ ഒന്നും അത്ര പിടിക്കാത്ത ആളാണ് പറയുന്നത്. പക്ഷേ ഇത് നല്ല ഫിറ്റിങ്ങും എല്ലാം കൊണ്ടും ഇഷ്ടപ്പെട്ടു. പിന്നെ ഫ്രണ്ടിലെ പോർഷൻ ഇതേപോലെ കുറച്ചൊന്ന് ലെങ്തി ആക്കിയിട്ട് ഒരു വെറൈറ്റി ആക്കി ചെയ്യണമെന്ന് പറഞ്ഞു. ഡബിൾ അമ്പർലയാണ്, ഫ്രില്ലഡ് അമ്പർല ഫ്രോക്കാണ് കേട്ടോ. ഡബിൾ അമ്പർലയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ അവർ നല്ല ഹാപ്പിയാണ്. എല്ലാവരും കറക്റ്റ് ഫിറ്റിങ്ങാണ്, ഒന്നും ചെയ്യാനില്ല. എല്ലാവരും ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞാനും ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇതാണ് കേട്ടോ അവർ തന്ന ഫോട്ടോസ്. ഇതിനനുസരിച്ചാണ് കേട്ടോ നമ്മൾ ചെയ്തത്. പിന്നെ ഞാൻ നല്ലൊരു അടിപൊളി എൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയ ഒരു മെറ്റീരിയലാണ്, അടിപൊളി മെറ്റീരിയൽ. ഞാൻ തോട്ടത്തിൽ പോയിട്ട് കളർ ചെയ്യിച്ചത്, ഡൈ ചെയ്യിച്ചെടുത്തതാണ് കേട്ടോ. ക്രൈപ്പ് സിൽക്കും ഷോൾ ഷിനോ സിൽക്കും, പിന്നെ അതേമാതിരി ബോട്ടം സാൻഡൻ സിൽക്കും ആണ് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ഹാൻഡ് വർക്ക് നെക്ക് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പേളും ബീഡ്സും ഒക്കെ കൂടെയുള്ള ഒരു നെക്ക് ഡിസൈൻ. നെക്ക് കുറച്ച് ഹെവി ആയിട്ട് വി നെക്ക് ചെയ്യാമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ എൻ്റേത് ഇങ്ങനെയൊന്നും എനിക്ക് സമയമെടുത്ത് ചെയ്യാൻ എനിക്ക് പറ്റാറില്ല. അപ്പോൾ ഇത് ഒരു ഗ്യാപ്പ് കിട്ടി, ഒരാഴ്ച ഗ്യാപ്പ് കിട്ടി. ആ ഗ്യാപ്പിൽ ഞാൻ ഇത് എല്ലാം കഷ്ടപ്പെട്ട് നിന്ന് കിടന്നെന്ന് പറയില്ല, അങ്ങനെ വർക്ക് ചെയ്തെടുത്താണ്. അപ്പോൾ അത് ബർത്ത്ഡേക്ക് ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. പണ്ട് സ്കാലപ്പ് പോലെ ചെയ്തതാണ് എൻഡിലൊക്കെ. അപ്പോൾ നെക്ക് ഇതാണ് കണ്ടോ. അതേമാതിരി സ്ലീവിൻ്റെ ഇതിലൊക്കെ നമ്മൾ പേഴ്സ് തൂക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് എന്താ പറയുക, ഫ്ലെയറിൻ്റെ ഭാഗത്തും സ്ലീവിൻ്റെ ഭാഗത്തും. അപ്പോൾ ഞാൻ പറയാം, എൻ്റെത് എനിക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല, ബർത്ത്ഡേക്കാണ് ഇടാനും പറ്റിയില്ല. സോ എൻ്റെ ഫ്രണ്ടിൻ്റെ മോളെ കല്യാണത്തിന് ഇടാൻ വിചാരിച്ച് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. വീഡിയോ എടുത്തെടുത്ത് വീഡിയോ കണ്ടന്റ് എന്നാൽ ശരി. ശംഖുകളൊക്കെ കണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് ഇട്ട് ഞാൻ. പിന്നെ രമേശിൻ്റെ തള്ളൊക്കെ കേട്ട് ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പോവല്ലേ നിക്ക്.
കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ നേരെ സിറ്റി മാളിലേക്കാട്ടോ വന്ന് അവിടെ വന്നിട്ട് ഫോട്ടോഷൂട്ട് നടത്തുക കേട്ടോ. എൻ്റെ റമീസിനെ വെറുപ്പിക്കുക എന്നർത്ഥം. അപ്പോൾ കുറേ നിങ്ങൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഫുൾ സൈസ് വീഡിയോ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഷോർട്സ് ആക്കി ഇടും. ഒക്കെ എല്ലാവരും കണ്ടു നോക്കണ്ട കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് കമൻറ്റ് ഷെയർ ഒന്നും മറക്കണ്ട. ഡ്രസ്സ് ഇഷ്ടപ്പെട്ടതല്ലേ എന്ന് പറയണം കേട്ടോ. ഫുള്ള് ഹാൻഡ് വർക്കൊക്കെ ചെയ്താണ്, അടിപൊളി ആയിട്ട് എല്ലാവരും പറഞ്ഞ് നിങ്ങളും നിങ്ങളെ കമൻറ്റിൽ അറിയിക്കുക. പിന്നെ എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. 799 ബ്രൈഡൽ ബോട്ടിക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട. ഓക്കേ.